ഇന്ന് നമ്മളിവിടെ വന്നപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, കുട്ടികളെല്ലാവരും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പോയപ്പോൾ തന്നെ നമ്മളെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര സന്തോഷവും ഭയങ്കര സ്ട്രെസ്ഫാണ്. പിന്നെ അവർക്കൊരു നെഗറ്റീവായിട്ട് ഒരു വിഷമോ ഒന്നും ഓരോ മുഖത്ത് കാണാനില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഗ്രാൻഡായിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് തന്നെ നിൽക്കണേ. നീറ്റ് എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിലില്ല. ഞാൻ +2 നീറ്റിപ്പോൾ എനിക്ക് 600 അപ്പോൾ മാർക്ക് ഉണ്ടിനി. അപ്പോൾ അതിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് നീറ്റ് അപ്പിയർ ചെയ്തപ്പം ഭയങ്കര സ്ട്രെസ്സും എന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾസ് റെഗുലേഷൻ ഫോളോ ചെയ്തപ്പം ഇവിടുത്തെ ആ ഫസ്റ്റ് ചാൻസ് കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കുറച്ച് ടൈറ്റായിട്ട് തന്നെ പഠിച്ച്. പക്ഷേ റിപ്പീറ്റ് എത്തിയപ്പം അത്ര ടൈറ്റായി അവിടെ പഠിച്ചുകൊണ്ട് +1 UPS പഠിച്ചുകൊണ്ട് എനിക്കിപ്പോൾ റിപ്പീറ്റ് അത്ര ടൈറ്റായി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ് ഫ്രീ പഠിക്കുന്നുണ്ട്. എല്ലാവരും അടിപൊളി നീറ്റ് ചെയ്ത് തരാം. ഞാൻ ഇവിടെ റിപ്പീറ്റിനായിട്ട് വന്നതാണ്. പക്ഷെ റിപ്പീറ്റിന് വന്നപ്പോൾ എനിക്ക് അവിടെ അധികം ആരും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലിൽ കയറുന്നു, ക്ലാസ് എല്ലാവരും മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ശേഷം ഇവരുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് എന്നെ മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോയാലും മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു അനുഭവമാണ് യൂണിവേഴ്സിറ്റിക്ക് വന്നത്. ഇവിടുത്തെ റിപ്പീറ്റ് കേണേലുള്ള സന്തോഷമുണ്ട്, ഇവിടുത്തെ ഫ്രണ്ട്സിനെ വിട്ട് പോകുന്ന വിഷമമുണ്ട്, രണ്ടുമുണ്ട്. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്ന് യൂണിവേഴ്സിറ്റിത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമുക്ക് EFSR ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് എക്സാക്ട് നല്ല രാവിലെ എണീച്ചപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി വരാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ എക്സാക്ട് നീറ്റിൻ്റെ എങ്ങനെയാണോ അതേ പാറ്റേണിലാണ് ഇന്ന് യൂണിവേഴ്സിറ്റിത്തെ മോക്ക് ടെസ്റ്റ് നടക്കുന്നത്. ഇന്ന് നീറ്റിൻ്റെ എക്സാക്ട് ഡ്രസ് കോഡാണ് ഞങ്ങളിവിടെ എല്ലാവരും വിയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈവനിങ് ഇവിടെ എക്സാം കഴിഞ്ഞതിൻ്റെ ശേഷം AF ഞങ്ങൾക്കൊരു ഗംഭീര പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കണേ. എല്ലാവരും കൂടി ഒത്തുവരുന്നിട്ട് ലാസ്റ്റ് ഡേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്, യൂണിവേഴ്സിറ്റിയിൽ പടി ഇറങ്ങി പോവാണ്. റിപ്പീറ്റ് കഴിഞ്ഞ് പോണതിന് നല്ല ഹാപ്പിനെസ് ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഫ്രണ്ട്സ്, സാറുമാർ, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും മിസ് ചെയ്യും. എല്ലാവരും ഞങ്ങൾ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. താങ്ക് യു. എൻ്റെ പേര് മയുക, ഞാനിവിടെ UPSലെ കുട്ടിയാണ്. അപ്പം കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ വന്ന് ചേർന്നാണ്. അപ്പോൾ എൻ്റെ +2 ലൈഫും കഴിഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് നീറ്റിനെ പോവാണ് ഞാൻ. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ് കലോത്സവക്കൊട്ട്. സോ എന്താ പറയുകയാണെന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച് വന്നിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ലൈഫാണ് എനിക്ക് ഇവിടെ കിട്ടി. ഐ ഹാവ് എ ലോട്ട് ഓഫ് മെമ്മറീസ് ഇവിടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് എന്നെ ഒരു ക്രൗഡിൽ നിന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇത്. കാരണം ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എനിക്ക് നല്ലോണം കിട്ടിക്കണം. ഐ ഫീൽ ദിസ് ഈസ് മൈ ഹോം. എന്താണ് എപ്പോഴും എന്നെ ഇങ്ങനെ ആളുകൾ പാമ്പർ ചെയ്യാനും നമ്മളൊരു സപ്പോർട്ടിങ്ങിനും എപ്പോഴും അവിടുത്തെ ഒരു സാറിൻ്റെ ചിരിയാണെങ്കിൽ പോലും അത് ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പോൾ അതാണ് അങ്ങനെ ഒരുപാട് മെമ്മറീസ്. പിന്നെ എല്ലാം ഹോസ്റ്റലായാലും ഒക്കെ ഒരു വൈബാണ്, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെന്താ ലാസ്റ്റിലോട്ട് വന്നപ്പം +2 ലൈഫും പോയി കഴിഞ്ഞു, എല്ലാത്തിൻ്റെ ഒരു എൻഡായി. പിന്നെന്താ നീറ്റും എല്ലാവരും നല്ലോണം പഠിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പഠിച്ചതിൻ്റെ കയ്യിൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും അടിപൊളിയാക്കുക. എല്ലാവരും ഇവിടെ എനിക്ക് വളരെ ഒരു ഹോംലി ഫീലിംഗ് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ. കുറേ അടി, തല്ല്, പിടി, ചിരി, കളി ഒക്കെ അതിൻ്റെ ഒപ്പം പഠിത്തവും. ഒരിക്കലും നമ്മളിങ്ങനെ കണ്ണട വെച്ച് ഇങ്ങനെ ഓംശാനിലൊന്നും കണ്ടുപോലെ അങ്ങനത്തെ ഒരു ലൈഫൊന്നും അല്ലേനും. എനിക്ക് എല്ലാം വൈബും ഉണ്ടായിരുന്നു, സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടുന്ന് പോകുമ്പോൾ. ഇൻഫാക്ട് കുറച്ചൊക്കെ സങ്കടമുണ്ട്, ബിക്കോസ് ഇനി എന്തായാലും ഇങ്ങനെ ഒരു ലൈഫ് +2ൻ്റെ ഒപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഒന്നും ഉണ്ടാവില്ല. അത് ആലേക്കും ഒരു സങ്കടമുണ്ട്. ഇവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇവിടുത്തെ ഓരോ സ്പോട്ടും ഓരോരോ മെമ്മറീസാണ്. അപ്പോൾ അതൊക്കെ ആലേക്കും നല്ല സന്തോഷം. ഇതൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും അടിപൊളിയാക്കാം. ഓൾ ദ ബെസ്റ്റ്. ഹായ് ഓൾ, എൻ്റെ പേര് ഫിദ ഫാത്തിമ ജി ഫ്രം SJ ബാച്ചിൽ നിന്നാണ്. UPSലെ +2 സ്റ്റുഡൻ്റാണ്. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി അമേസിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഇവിടെ വന്നതിൻ്റെ കസിൻ്റെ കെയർ ഓഫിൽ നിന്നാണ്. ആൻഡ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഈ ലാസ്റ്റ് മൊമെൻറ്റ് ഞങ്ങൾ പോകാറായിരിക്കുകയാണ്. ഒരുപാട് എക്സാംസ് ഇവിടെ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫൈനൽ എക്സാം നാളെയാണ്. ആൻഡ് സൂപ്പർ യൂണിവേഴ്സിറ്റി, സോ അടിപൊളി. ദ മേജർ ഫാക്ടറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് AFSR ആണ്, അബ്ദുൽ ഹമീദ് സാറാണ്. സാറാണ് എല്ലാത്തിൻ്റെയും ഹെഡ്. എസ്പെഷ്യലി സാറിനെ കുറിച്ച് പറഞ്ഞ യൂണിവേഴ്സൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. സാർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസ്, ഹോസ്റ്റലിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ യൂണിവേഴ്സിലെ ഫുഡാണ്. തുഷാര ഹോസ്റ്റലാണ്. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് അത് തന്നെയാണ്. ആൻഡ് എവറിത്തിങ് ഈസ് സോ നൈസ്. താങ്ക് യു. ഹലോ, ഇന്ന് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതാണ്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഇറ്റ്സ് ജസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ ഇങ്ങനത്തെ സ്ട്രാറ്റജീസ്, ഇങ്ങനത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അക്കാഡമിക്സ് ആയാലും അതല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ അത് നല്ല സെറ്റാണ്. ഫുഡ് അതിലും വലിയ സെറ്റാണ്. പിന്നെ നമുക്കിവിടെ ഉള്ള ടീച്ചിങ് സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇത് ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ്. ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനി വരില്ല. ഇനി നീറ്റിനാണ് അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പോവുമായിരിക്കും. അപ്പോൾ ഇനി യൂണിവേഴ്സലിനെ എല്ലാം മിസ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് യൂണിവേഴ്സലിനെ കുറിച്ച് പറയാനാണെങ്കിൽ AFSR ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാൻ വരും. AFSR കുറേ കാര്യങ്ങൾ അന്വേഷിക്കും. എല്ലാതുകൊണ്ടും യൂണിവേഴ്സിറ്റിയിൽ നല്ല മിസ് ചെയ്യും.
ഇടയ്ക്ക് ഇവിടുന്ന് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ റിപ്പീറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറേ മെൻ്റൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അത് ഇവിടുത്തെ ഫ്രണ്ട്സ് ആയാലും ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും AFSR ആയാലും നമുക്ക് അത് നല്ല രീതിക്ക് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഒരുക്കി തരും. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് യൂണിവേഴ്സലിനെ മിസ് ചെയ്യും. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഐഷ ആർ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ വീട് അത്രയും ദൂരെയാണ്. ഞാൻ അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു എങ്ങനെയായിരിക്കും ഇവിടെ പഠിക്കാൻ പറ്റുമോ, വീട്ടിൽ ഉമ്മിയും വാപ്പിയും ഒന്നും അടുത്തില്ല, അപ്പോൾ നല്ല ബോറായിരിക്കും, ആരും കാണത്തില്ല എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കുട്ടികൾ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. അതിന് മൊത്തത്തിൽ ഒരു കോമഡി ആയിരിക്കും. നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല, ഭാഷ, ഒരുപാട് വേറെ വേറെ വേർഡ്സ്. അങ്ങനെ ഇവിടെ പഠിച്ച് 2 വർഷം പഠിച്ചു. പക്ഷെ 2 വർഷം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. നമ്മളൊരു നോർമൽ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഇപ്പോൾ എന്താ ബോർഡ് എക്സാം, അതാണ് നമ്മുടെ ഫൈനൽ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഐഡിയ കാണൂല. പക്ഷെ ഇവിടെ വന്നാൽ ബോർഡ് എക്സാം ഒക്കെ നമുക്ക് വെറും പുല്ലാണ്. നമ്മളത് നോക്കാറ് പോലും ഇല്ല. നമ്മൾ അവസാനം ഇപ്പോഴും +2 കഴിഞ്ഞിട്ട് എത്രയോ നാളായി നമ്മളിപ്പോഴും നിൽക്കുകയാണ്. ഇനി നീറ്റാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകത്തില്ലേ, അതിൽ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ സങ്കടം ഇപ്പോൾ പോകുന്ന ആലോചിക്കുമ്പോൾ ഉണ്ടാകും. കാരണം നമ്മളെ എല്ലാവരും ഇപ്പം അവിടെ ഫാമിലി പോലെ അയക്കണം. ടീച്ചേഴ്സ്, വാർഡൻ അങ്ങനൊന്നും ഇല്ല. എല്ലാവരും നമുക്ക് സഹോദരന്മാരെ പോലെ അയക്കുന്നു. പിന്നെന്താണ്, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും നല്ല ഫുഡ്, ഇത്ര നല്ല ഫുഡ് കിട്ടുമെന്ന്. ചിലത് നമ്മൾ ഇങ്ങനെ ബോറടിച്ച് പറയും മടുക്കുന്നതെന്നൊക്കെ, പക്ഷെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ മടുക്കാനും കൂടി നമുക്ക് തിന്നാൻ തോന്നത്തില്ലായിരിക്കും. പിന്നെ എന്താണ്, നമ്മളിവിടെ നിന്ന് എക്സാമിന് വന്നത് നമ്മളെപ്പോലെ ഒരേ ഇതിന് വേണ്ടി പഠിച്ചിട്ട് എല്ലാവരോടും ഒരുമിച്ച് എക്സാമിന് പോകുമ്പം നമുക്ക് ടെൻഷൻ കാണത്തില്ല. കാരണം നമുക്ക് എല്ലാവരെയും അറിയാം, എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ക്യാൻസലായി പോകും. നമുക്കൊന്ന് അവസാനം ബാക്കി റിസൾട്ടൻ്റായിട്ട് ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല. അപ്പം മൊത്തത്തിൽ മോട്ടിവേഷൻ, ഫുഡിന് ഫുഡ്, കമ്പനിക്ക് കമ്പനി, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് എന്താണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും കാണത്തില്ല, ജയിലായിരിക്കും, മാനസികമായ പീഡനം അങ്ങനെ വിചാരിക്കും. പക്ഷേ ഒന്നുമില്ല. നല്ല രസമായിരുന്നു ഇവിടെ 2 വർഷം നിന്ന് പഠിക്കാൻ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരിക്കുന്നു, ഞാൻ സത്യമായിട്ട് പറയുകയാണ്. ഇപ്പം പോകുന്നാലേക്ക് നല്ല സങ്കടമുണ്ട്. മെയ് 4 നീറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമോ, ഇവരെയൊക്കെ കാണുമോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും 2 വർഷം അത് അടിപൊളിയായിരുന്നു. അത് എവിടെ വേണേലും ഞാൻ പറയും, അത്രയ്ക്ക് രസമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്.